നമുക്ക് ലങ് ക്യാൻസറും മെഡിക്കൽ കോഡിങ്ങും തമ്മിലുള്ള ബന്ധം നമുക്ക് തിരിച്ചറിയാം. വെഡ്ജ് റിസെക്ഷൻ ഒഴികെ ബാക്കി എല്ലാം എക്സ്റ്റെൻസീവ് റിസെക്ഷൻ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ക്യാൻസറിൽ തന്നെ തെറാപ്യൂട്ടിക് കൊണ്ടും ഡയഗ്നോസ്റ്റിക് ആയിട്ട് വരുന്നത്. കോഡിങ്ങിൻ്റെ മെയിൻ ഒരു ടോപ്പിക്ക് ലങ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് തെറാപ്പീസിനെ കുറിച്ചിട്ടും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് ഏതൊക്കെ ടൈപ്പിലുള്ള റിസെക്ഷനെ കുറിച്ചിട്ടും നമുക്ക് പഠിക്കാനുണ്ട്. മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഡിസീസ് ഡയഗ്നോസിസുകളെ കുറിച്ചിട്ടും നമ്മൾ ശരീരത്തിൽ ചെയ്യുന്ന പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. എനിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയത് ഷുവറായിട്ടും ഞാനൊരു മെഡിക്കൽ കോഡിംഗ് പഠിച്ച ഒരാളായതുകൊണ്ടാണ്. മെഡിക്കൽ ടെർമിനോളജീസിൽ എനിക്കൊരു നോളജ് ഉള്ള കാരണമാണ് എനിക്ക് ഡോക്ടർമാരായിട്ട് സംസാരിക്കാനും അതുപോലെ തന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ നമ്മൾ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് വരുമ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാനിനെ കുറിച്ച് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ലേ, അത് വന്നത് ഷുവറായിട്ടും ഐ എം എ സർട്ടിഫൈഡ് മെഡിക്കൽ കോഡർ വിത്ത് എ സർട്ടിഫൈഡ് പ്രൊഫഷണൽ മെഡിക്കൽ ഓഡിറ്റർ ഓൾസോ. ഹായ് ഗായ്സ്, വെൽക്കം ടു ഇൻഡസ് ടോക്സ്. അപ്പോൾ കുറേ കാലമായില്ലേ നമ്മൾ കണ്ടിട്ട്. അതെ, തിരക്കാണെന്ന് വെച്ചാൽ തിരക്കൊന്നുമല്ല, മടിയായിരുന്നു. വീഡിയോ ചെയ്യാൻ കുറച്ച് മടി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സിറ്റുവേഷൻസും കാര്യങ്ങളും ഒക്കെ ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തിരുന്നു. അപ്പോൾ ക്യാൻസർ റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അത് ഒരുപാട് ഇപ്പോൾ ക്യാൻസർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അത് ഞാൻ ലിങ്ക് താഴെയും മുകളിലും കൊടുക്കാം. അപ്പോൾ അത് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇത്ര നാളെ എന്തേ വീഡിയോ ഇടാണ്ടെന്ന് വെച്ചാൽ കുറച്ച് മടി, കുറച്ച് ഇതിൻ്റെ പരമായിട്ടുള്ള തിരക്കല്ല, എന്നാലും എന്തൊക്കെയോ കുറച്ച് തിരക്കുകൾ, എന്നാലും കുറച്ച് മടിയാണ് മെയിനായിട്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ മടി വന്നിട്ടുണ്ടെങ്കിൽ എന്താ, ഓക്കെ നമ്മളൊന്ന് സ്റ്റക്കായി പോകില്ലേ. പക്ഷേ അത് എന്തിനുള്ള മടിയായിരുന്നു, നമ്മൾ പുതിയതായിട്ട് അടുത്തത് ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്താണ് അതിനുള്ള ഒരു ബ്രേക്ക് ആയിരുന്നു. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ തിരിച്ചു പോയ കാലങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. അയ്യോ ആ ഒരു മാസങ്ങൾ നഷ്ടപ്പെട്ടു പോയല്ലോ, ആ മാസങ്ങൾ നമുക്ക് ഇല്ലാതായി പോയല്ലോ, ചില ടൈമിൽ ആലോചിക്കലൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ആലോചിച്ച് ഇരുന്നു കൊണ്ട് നമുക്ക് ഒരു കാര്യമില്ല. നമ്മൾ പുതിയതായിട്ട് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക, പുതിയതായിട്ട് നമ്മൾ ഫ്യൂച്ചർ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക, പുതിയതായിട്ട് നമുക്ക് എന്തൊക്കെ പണികൾ എടുക്കാം, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാനുള്ള ഒരു ബ്രേക്ക് തന്നെയായിരുന്നു. ഇല്ലേ, ലൈഫിൽ നമുക്ക് ചില ടൈമിലൊക്കെ ഒരു ബ്രേക്കൊക്കെ ആവശ്യം വരില്ലേ. അപ്പോൾ ആ ഒരു ബ്രേക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഒബ്വിയസ്ലി എന്ന് വെച്ചാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെറുതെ ഇരിക്കുന്ന ദിവസങ്ങളിലുണ്ടെങ്കിൽ വെറുതെ ഇരുന്നിട്ടാണ് പോവലല്ല, അത് നൈറ്റ് വെറുതെ ഇരുന്നല്ലോ എന്ന് കുറിച്ചിട്ട് ചിന്തിക്കാറുമുണ്ട്. അപ്പോൾ അതൊക്കെ പോട്ടെ, അതല്ലാത്ത കുറച്ച് പരിപാടികളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇനി മുതൽ നമ്മൾ ഒരു പഞ്ചിൽ വരാൻ പോവുക തന്നെയാണ്. നമുക്ക് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ട്, പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ വരും തോറും പറയും. അപ്പോൾ അതിന് മുന്നായിട്ട് എനിക്കിപ്പോൾ നിങ്ങളിൽ കൂടുതൽ എത്തിക്കാൻ തോന്നുന്നത് കാരണം ഞാൻ വെറുതെ ഇരുന്നിരുന്നുവല്ല. കാരണം അതായത് ഇതിനെക്കുറിച്ചിട്ടൊരു റിസർച്ച് ചെയ്തിരുന്നു തന്നെയാണ്. ഞാൻ കൂടുതലായിട്ട് എന്താണ് ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണും, അത് ഓരോരുത്തരുടെ പേഷ്യൻ്റെ എക്സ്പീരിയൻസ് കാണും. അത് നമ്മൾ നാട്ടിൽ മാത്രമല്ല, നമ്മൾ US-ലും UK-യിലുള്ള അവിടുത്തെ പുതിയ തെറാപ്പീസും പുതിയ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടും അതൊക്കെ എനിക്ക് പറ്റണ പോലെ. ഇപ്പം നമ്മൾ ഡോക്ടർമാരല്ലെങ്കിലും അറിയാം, ഡോക്ടർമാരല്ല, ലിമിറ്റഡ് നോളജ് ഉണ്ട്. പക്ഷെ നമുക്ക് എന്തോ പഠിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ, അത് നമ്മളൊക്കെ ലൈഫിലൊക്കെ വന്ന് എത്തിച്ചേരുമ്പോഴാണ് നമുക്ക് ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുള്ളൂ. മുൻപ് ഇതേപോലെ തന്നെ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്യാൻസർ റിലേറ്റഡ് ആയിട്ട് കാണുമ്പോൾ ഞാൻ നോക്കലൊന്നുമില്ല. ഒരിക്കലും നമ്മളെ ഫാമിലിയിലോ നമുക്കോ ആർക്കും അത് വരില്ല എന്നുള്ള ഒരു ചിന്തയായിരുന്നു. തികച്ചും നെഗറ്റീവ് ചിന്ത ആയിരുന്നു അത് പാടില്ല. അതായത് നമുക്ക് ആർക്കെങ്കിലും നമ്മളെ റിലേറ്റീവ്സിൽ വരുമ്പോഴാണ്, നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് വരുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുള്ളൂ, അതിനെക്കുറിച്ച് വിഷമിക്കുള്ളൂ, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുള്ളൂ. അതുപോലെ പഠിച്ചിരുന്നു തന്നെയാണ്. അപ്പോൾ പുതിയ ട്രീറ്റ്മെൻറ്റ് നമ്മളും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണത്, നമ്മളും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്കം കിട്ടിയിട്ട് നിങ്ങളെടുത്ത് പറയാമെന്ന് വെച്ചിട്ടാണ്. പക്ഷേ കുറേ പേര് അറിയാത്തതുണ്ട്. ഇപ്പോൾ സ്പെഷ്യൽ
കേസ് വരികയെന്ന് വെച്ചാൽ കീമോതെറാപ്പിനെ കുറിച്ചിട്ട് അറിയാം, റേഡിയേഷൻ തെറാപ്പിനെ കുറിച്ചിട്ട് അറിയാം, സർജറിനെ കുറിച്ചിട്ടും അറിയാം. ഇതും അറിയാത്തവരുണ്ട്. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ വേറെ ചെയ്യും കേട്ടോ. പക്ഷേ ഇപ്പോൾ സ്പെഷ്യലായിട്ട് ഇപ്പോൾ എന്നല്ല, കുറച്ച് കാലങ്ങളായിട്ട് ഇമ്മ്യൂണോ തെറാപ്പി എന്നുള്ള ഒരു അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റും കൂടി ഉണ്ട്. നമുക്ക് അധികം സൈഡ് എഫക്റ്റ് ഇല്ലാതെ, നമുക്ക് കൂടുതൽ ഹെയർ ലോസ് പോവാതെ, കൂടുതൽ നമ്മൾ നല്ല സെൽസിനെ നശിപ്പിക്കാതെയുള്ള നമ്മൾ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ പറ്റിയ ഒരു, കാരണം ആ സെൽസ് എന്താ ഉണ്ടാവുക, ആ ഒരു മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നമ്മൾ ക്യാൻസർ സെൽസിനായിട്ട് ഫൈറ്റ് ചെയ്ത് പൊരുതി പോകാനുള്ള ആ ഒരു രീതിക്കുള്ള ഒരു ട്രീറ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടും റിലേറ്റഡ് ആയിട്ടൊക്കെ ഞാൻ വേറെ വീഡിയോ ചെയ്യാം. ഇന്ന് നമുക്ക് ലങ് ക്യാൻസറും മെഡിക്കൽ കോഡിങ്ങും തമ്മിലുള്ള ബന്ധം നമുക്ക് തിരിച്ചറിയാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട്, നിങ്ങൾ ചോദിക്കാറുണ്ട് നമുക്ക് എന്നാണ് ഇനി അടുത്ത മെഡിക്കൽ കോഡിംഗ് ബാച്ച് വരുന്നത്. അടുത്ത മെഡിക്കൽ കോഡിംഗ് ബാച്ച് വരുന്നത് നമുക്ക് ജൂൺ 28 ഇപ്പോൾ നിങ്ങൾ വിചാരിക്കില്ലേ, നമ്മളെ ലൈഫിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നപ്പോൾ ഞാൻ അതെങ്ങനെ ഓവർകം ചെയ്തിട്ടില്ല. ഇപ്പോഴും ആ ഒരു പീരീഡിലാണ് നമ്മളെല്ലാവരും, നമ്മളെ വേണ്ടപ്പെട്ട എല്ലാവരും അതിൻ്റെ ഒരു പീരീഡിലാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു, കുറച്ചും കൂടി എന്നെ ഷുവറായിട്ട് ഹെൽപ്ഫുൾ ചെയ്ത ഒരു കാര്യമാണ് മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞ ഒരു കോഴ്സ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാനൊരു BTech ഗ്രാജുവേറ്റാണ്. എനിക്ക് ഈ ഒരു മെഡിക്കൽ ടെർമിനോളജീസുമായിട്ടോ ഡോക്ടേഴ്സിനായിട്ട് സംസാരിക്കാനോ ഒന്നും ഒരു നോളജ് ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയത് ഷുവറായിട്ടും ഞാനൊരു മെഡിക്കൽ കോഡിംഗ് പഠിച്ച ഒരാളായതുകൊണ്ടാണ്. മെഡിക്കൽ ടെർമിനോളജീസിൽ എനിക്കൊരു നോളജ് ഉള്ള കാരണമാണ് എനിക്ക് ഡോക്ടർമാരായിട്ട് സംസാരിക്കാനും, അതുപോലെ തന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ നമ്മൾ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് വരുമ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാനിനെ കുറിച്ച് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ലേ, അത് വന്നത് ഷുവറായിട്ടും I am a certified മെഡിക്കൽ കോഡർ വിത്ത് സർട്ടിഫൈഡ് പ്രൊഫഷണൽ മെഡിക്കൽ ഓഡിറ്റർ ഓൾസോ. അങ്ങനെ ഒരു പ്രൊഫഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് അതിനെക്കുറിച്ചിട്ട് ഒരു സ്റ്റേണായിട്ട് സംസാരിക്കാൻ ഉള്ള ഒരു ധൈര്യം വന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് എപ്പോഴും ഇപ്പോഴത്തെ ഒരു മേഖലയിൽ എല്ലായിടത്തും ക്യാൻസർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്യാൻസർ എന്നല്ല, എല്ലാ അസുഖങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ ഡയഗ്നോസിസുകളെ കുറിച്ചിട്ടും നമ്മൾ ശരീരത്തിൽ ചെയ്യുന്ന പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഷുവറായിട്ടും എന്താണ് അത് നമ്മളെ ലൈഫിൽ എപ്പോഴെങ്കിലും ഇന്നത്തെ കാലത്ത് ഉപകാരപ്പെടും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇന്ന് എടുക്കാൻ പോണ ലങ് ക്യാൻസർ, ഈ ലങ് ക്യാൻസറും മെഡിക്കൽ കോഡിങ്ങിൻ്റെ ഒരു ടോപ്പിക്കും തമ്മിൽ, അതായത് മെഡിക്കൽ കോഡിങ്ങിൻ്റെ മെയിൻ ഒരു ടോപ്പിക്ക് ലങ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ തെറാപ്പീസിനെ കുറിച്ചിട്ടും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്, ഏതൊക്കെ ടൈപ്പിലുള്ള റിസക്ഷനെ കുറിച്ചിട്ടും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ജൂൺ 28 നമ്മളെ നെക്സ്റ്റ് ബാച്ച് മെഡിക്കൽ കോഡിംഗ് വരുന്നത്. മോർണിംഗ് ബാച്ച് ആയിരിക്കും. കറക്റ്റ് ടൈമിങ്ങും കാര്യങ്ങളും അറിയണമെന്ന് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ UAE സ്റ്റുഡൻസും പേടിക്കേണ്ട, നിങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡസിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള സിലബസ് അടങ്ങുന്ന കറക്റ്റ് മൊഡ്യൂളിൽ പഠിക്കണം. അതല്ലാതെ വെറുതെ തമാശക്ക് ഈ മെഡിക്കൽ കോഡിങ് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. അതിൻ്റെ കറക്റ്റ് വേ ഓഫ് ടീച്ചിങ്ങിൽ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക, അത് ഭാവിയിലോട്ട് ഉപകാരപ്പെടാൻ പറ്റും. വെറുതെ ഒരു എക്സാം എഴുതാനല്ല നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത കുട്ടികളെ കൊണ്ട് വിചാരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അവരെ ഫ്യൂച്ചർ അത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ ക്ലാസ് എടുക്കാനും. അതുപോലെ തന്നെയാണ് CPMA. ഞാൻ വളരെ ഹാപ്പിയാണ്. എൻ്റെ CPMA ബാച്ച് ഈ ഒരു സിറ്റുവേഷനിൽ കൂടി ഞാൻ കടന്നു പോകണമെങ്കിലും CPMA ബാച്ച് റണ്ണിങ് ആണ്. എൻ്റെ കുട്ടികളും നല്ല സപ്പോർട്ടാണ് എനിക്ക്. അതുപോലെ തന്നെ കഴിഞ്ഞ വീക്കിലായാലും എനിക്കൊരു കുട്ടിയുടെ വോയിസ് കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി. അതായത് ഇത്രയും അത് ഞാൻ എന്നെക്കുറിച്ച് പൊക്കി പറയല്ല, അത് ഞാൻ ഔട്ട്കം ആയിട്ട് വരുമ്പോഴാണ് ഞാൻ നിങ്ങളടുത്ത് വിത്ത് പ്രൂഫായിട്ട് വരുള്ളൂ. ഇപ്പോഴത്തെ ഒരു കേസ് എന്ന് വെച്ചാൽ, ഇപ്പോൾ അവർക്ക് ക്ലാസ് എടുത്തു, ഇപ്പോൾ ഒരു ചാപ്റ്റർ അവർ കംപ്ലീറ്റ് ചെയ്തു. ആ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ കയ്യിൽ നിന്നുള്ള റെസ്പോൺസ്, ഞാൻ ഇട്ട എഫേർട്ട് അവർക്ക് ഉപകാരപ്പെട്ടു, അവർക്കത് കിട്ടി എന്നുള്ള ഒരു റെസ്പോൺസ് അതൊക്കെ കിട്ടുമ്പോഴാണ് സ്വാഭാവികമായിട്ടും നമുക്ക് സന്തോഷം ഉണ്ടായിരിക്കുക. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ CPMAയുടെ ബാച്ചസും റണ്ണിങ് ആണ്. അത് ഡയറക്റ്റ് ഞാൻ തന്നെയാണ് CPMAയുടെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ അതിനും കോൺടാക്ട് ചെയ്യുക. എല്ലാ വീക്കെൻഡിലുമാണ് ഇപ്പോൾ റീസെൻ്റ്ലി ബാച്ചസ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ
ഉദ്ദേശിക്കുന്ന കുട്ടികൾ CPC കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രൊഫഷൻ മെച്ചപ്പെടുത്താൻ എന്തായാലും ഇപ്പോൾ കോമ്പറ്റേറ്റേഴ്സ് ഉണ്ട്, ഒരുപാട് കോമ്പറ്റേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു പടി മുന്നോട്ട് കയറി പോവാതെ നമ്മൾ എപ്പോഴും ബേസിലിരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അത് മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ഒരു അടിപൊളി സർട്ടിഫിക്കേഷനാണ് സർട്ടിഫൈഡ് പ്രൊഫഷണൽ മെഡിക്കൽ ഓഡിറ്റർ. അതിനും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി നമുക്ക് നമ്മളെ ടോപ്പിക്കിലോട്ട് വരാം. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ ലങ് ക്യാൻസർ എങ്ങനെയാണ് നമുക്ക് ലങ് ക്യാൻസർ ഉണ്ടാവുന്നത്? അപ്പോൾ ഒരുവിധം പഠനത്തിലും ഒരു 80% പഠനത്തിനും എല്ലാത്തിലും പറയുന്നത് ലങ് ക്യാൻസർ ഉണ്ടാവുന്നത് സ്മോക്കിംഗ് ആണ് ഒരു വലിയ ഫാക്ടർ. അതല്ലാതെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ സ്മോക്കിംഗ് ആണ് ഒരു വലിയ ഫാക്ടറായ ലങ് ക്യാൻസർ. അതല്ലാതെ പിന്നെ വരാവുന്നത് ലങ്സിലോട്ട് എഫക്റ്റ് ചെയ്യുന്നത് നമ്മൾക്ക് വേറെ എവിടെ ഇപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് ബ്രസ്റ്റിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ അത് മെറ്റാസ്റ്റാറ്റിക് ആയിട്ട് ലങ്സിൽ പ്ലൂരൽ എഫ്യൂഷൻ ആയിട്ട് മാറി വരാം. ലങ്സിൽ ഒരു വെള്ളക്കെട്ട് പോലെയാണ് അതിനെ ലങ്സിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം. അപ്പോൾ അതേപോലെ ലങ് ക്യാൻസർ വരുന്ന സിംറ്റം എന്ന് പറയുന്നത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കഫ്, പിന്നെ അതേപോലെ ശ്വാസത്തിന് ബുദ്ധിമുട്ട്, അങ്ങനത്തെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ കൂടുതലായിട്ട് ഇപ്പോൾ ചില സമയത്ത് നമുക്ക് ഓഫ് കോഴ്സ് ജസ്റ്റ് ഒരു ഫ്ലൂ, ജസ്റ്റ് ഒരു ഇൻഫെക്ഷൻ കൊണ്ട് വരാം. അതല്ലാതെ ലങ്സിൽ ക്യാൻസർ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഒരു സ്കാൻ എടുക്കണം, ഒരു എക്സ്റേ എടുക്കണം, ഒക്കെ നല്ലതാണ്. അപ്പോൾ 2 ടൈപ്പ്, ഒന്ന് ഓൾറെഡി നമ്മൾ ആയിട്ട് വരുത്തി വെക്കണം, സ്മോക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുത്തി വെക്കാം. അതല്ലാതെ ഒന്നും അറിയാത്ത ആൾക്കാർക്കും ലങ് ക്യാൻസർ വരുന്നത് ലങ് ക്യാൻസർ ആയിട്ടല്ല, അത് ചിലപ്പോൾ മെറ്റാസ്റ്റാറ്റിക് ആയിട്ട് ഇപ്പോൾ ബ്രെയിനിൽ നിന്നോ ഇതിന്നോ മീൻസ് അതായത് ഇപ്പോൾ ബ്രസ്റ്റിൽ നിന്നോ അതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു അവയവത്തിൽ നിന്ന് സ്പ്രെഡായിട്ട് ലങ്സ്, ലിവർ അങ്ങനത്തെ കാര്യങ്ങളിലേക്കും നമുക്ക് വരാം. അപ്പോൾ ലങ്സിൽ അത് എത്തുമ്പോൾ അതൊരു കൂടുതലൊരു പ്ലൂരൽ എഫ്യൂഷനായിട്ടാണ് കാണുക. അപ്പോൾ അതിന് നോർമലി ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഡ്രെയിൻ ചെയ്തപ്പോൾ അവർ ആ ഒരു സ്റ്റേജ് ഒന്ന് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചില ടൈമിൽ അതൊന്ന് ഡ്രെയിൻ ചെയ്തെടുത്തിട്ട് അങ്ങനെ ഒരു ആശ്വാസം ഇടയ്ക്ക് കിട്ടലുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ലങ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് എന്തൊക്കെയാണ്? സർജറി, പിന്നെ അതേപോലെ തന്നെ കീമോതെറാപ്പി, അത് കഴിഞ്ഞിട്ട് റേഡിയേഷൻ തെറാപ്പി, ഇതാണ് ഇപ്പോൾ മെയിൻ. അതല്ലാതെ ഏറ്റവും ഇപ്പോൾ ലങ് ക്യാൻസറിന് എഫക്റ്റീവായ ട്രീറ്റ്മെൻറ്റാണ് ഇമ്മ്യൂണോ തെറാപ്പി. അപ്പോൾ 2 ടൈപ്പ് സ്മോൾ സെൽ ലങ് കാർസിനോമ ഉണ്ട്, നോൺ സ്മോൾ സെൽ ലങ് കാർസിനോമ ഉണ്ട്. അപ്പോൾ 2 ടൈപ്പ് ക്യാൻസറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല. ഞാനിന്ന് ലങ്ങിൻ്റെ റിസെക്ഷൻ, നമുക്ക് മെഡിക്കൽ കോഡിങ്ങിലുള്ള CPTയിലുള്ള മെയിൻ ടോപ്പിക്കായ ലങ് റിസെക്ഷനെ കുറിച്ചിട്ടാണ് പറയാൻ പോണത്. അത് ഒരു ടൈപ്പ് പറയുന്നത് സർജറി എന്നും പറയാം. അപ്പോൾ അത് ഏതൊക്കെ ടൈപ്പിൽ ലങ് റിസെക്ഷൻസ് ഉണ്ട്, എന്തൊക്കെ ടൈപ്പിലുള്ള കാര്യങ്ങളുണ്ട് എന്നാണ് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ലെങ്തി ആവും, അത് കുഴപ്പമില്ല. കാരണം വീണ്ടും ഈ ഒരു വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോൾ അത് പോസിബിൾ അല്ല. നിങ്ങൾക്കെല്ലാം കൂടി എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും ഉണ്ട്, എല്ലാവർക്കും കൂടി ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ്. 2 കാറ്റഗറിക്കും, ഒരു ക്യാൻസർ റിലേറ്റഡ് ആയിട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്കും അറിയാം, അതുപോലെ മെഡിക്കൽ കോഡിങ് പഠിക്കുന്ന ആൾക്കാർക്കും അറിയാൻ പറ്റിയ 2 in 1 ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത് കുറച്ച് ലെങ്ത് ആയാലും കുഴപ്പമില്ല എന്ന് തന്നെ ഞാൻ വിചാരിക്കണം. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. അപ്പോൾ ലങ് ക്യാൻസർ റിസെക്ഷനിൽ ആദ്യം വരുന്നതാണ് വെഡ്ജ് റിസെക്ഷൻ. ഞാൻ സൈഡിൽ പിക്ചർ കൊടുക്കാം കേട്ടോ. ഈ വെഡ്ജ് റിസെക്ഷൻ്റെയും ഇനി പറയാൻ പോകുന്ന ഓരോ എക്ടമിയുടെയും ഞാൻ ഇത് കൊടുക്കാം. അപ്പോൾ വെഡ്ജ് റിസെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ട്രയാങ്കിൾ ഷേപ്പ്ഡ് ലൈക്ക് ഒരു ചെറിയൊരു സ്ലൈസ് ഓഫ് ടിഷ്യൂ റിമൂവ് ചെയ്യണം. അതായത് ഒരു ട്യൂമറിൻ്റെ ഒരു ചെറിയൊരു സൈസ് റിമൂവ് ചെയ്യണതിന് പറയുന്നത് വെഡ്ജ് റിസെക്ഷൻ. ഇറ്റ് ഈസ് എ സർജിക്കൽ പ്രൊസീജിയർ ടു റിമൂവ് എ ട്രയാങ്കിൾ ഷേപ്പ്ഡ് സ്ലൈസ് ഓഫ് എ ടിഷ്യൂ. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ, അതായത് നമ്മൾ ഒരു ലോബിലുള്ള ഒരു സെഗ്മെൻറ്റിലുള്ള ചെറിയൊരു ടിഷ്യൂ റിമൂവ് ചെയ്യണതിനാണ് നമ്മൾ എന്ത് പറയുക, വെഡ്ജ് റിസെക്ഷൻ എന്ന് പറയാം. അപ്പോൾ അടുത്തത് എന്തായിരുന്നു? സെഗ്മെൻറ്റെക്ടമി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സർജിക്കൽ പ്രൊസീജിയർ ടു റിമൂവ് ദ പാർട്ട് ഓഫ് ദ ലങ് ലാർജർ ദാൻ ദ വെഡ്ജ് റിസെക്ഷൻ ബട്ട് സ്മോളർ ദാൻ എ കംപ്ലീറ്റ് ലോബ്. അതായത് നമുക്കറിയാം നമ്മൾ ലങ്സ് എന്തായാലും 2 ലങ്സിൽ റൈറ്റ് ലങ്ങിൽ 3 ലോബും ലെഫ്റ്റ് ലങ്ങിൽ 2 ലോബാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഒരു ലോബിനെക്കാട്ടിയും ചെറുതും എന്നാൽ വെഡ്ജ് റിസെക്ഷനെക്കാട്ടിയും കൂടുതലായിട്ട് എടുക്കണേന്ന് പറയുന്നതാണ്
സെഗ്മെൻറ്റക്ടമി, അതായത് ഇറ്റ് ഈസ് എ സർജിക്കൽ പ്രൊസീജിയർ ടു റിമൂവ് ദ പാർട്ട് ഓഫ് ദ ലങ് ഈസ് ലാർജർ ദാൻ എ വെഡ്ജ് റിസെക്ഷൻ ബട്ട് സ്മോളർ ദാൻ എ കംപ്ലീറ്റ് ലോബ്. അതാണ് വരുന്നത്. അപ്പോൾ എന്ത് പറഞ്ഞു? നമ്മൾ വെഡ്ജ് റിസെക്ഷൻ പറഞ്ഞു, സെഗ്മെൻറ്റക്ടമി പറഞ്ഞു. അടുത്തതാണ് ലോബക്ടമി. ലോബക്ടമി എന്ന് പറയുന്നത് നമ്മൾ റൈറ്റ് ലങ്ങിറ്റോ ലെഫ്റ്റ് ലങ്ങിലോ അവിടെയാണ് ഒരു ട്യൂമർ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ലോബ് എടുത്ത് ഒരു ലോബ് തന്നെ എടുത്ത് മാറ്റേണ്ട ഒരു അവസ്ഥ അത് വരുന്നതാണ്. അത് എടുത്ത് മാറ്റണ ആ ഒരു പ്രൊസീജിയറിന് പറയുന്നതാണ് ലോബക്ടമി. അടുത്തതായത് ബൈലോബക്ടമി. ഇതൊക്കെ താഴെ എഴുതി കാണിക്കാം, അതുപോലെ സൈഡിലും എഴുതി കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. പിക്ചേഴ്സും ഞാൻ കൊടുക്കാം. ബൈലോബക്ടമി എന്ന് പറഞ്ഞാൽ ഒരു ലങ്ങിൻ്റെ 2 ലോബ്സ് കളയുക. അതായത് ഇപ്പോൾ ലെഫ്റ്റ് ലങ്ങാന്ന് വെച്ചാൽ 2 ലോബല്ലേ ഉള്ളൂ. അപ്പോൾ ആ 2 ലോബ് കളയാൻ പറ്റുന്നത് ഏതാണ്? റൈറ്റ് ലങ്ങിൻ്റെ ആണ് കളയാൻ പറ്റുക. അപ്പോൾ 2 ലോബ് 3 ലോബിൽ 2 ലോബ് കളയണതാണ് ബൈലോബക്ടമി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് പറയണത് ന്യൂമോണക്ടമി. അതായത് ഒരു ലങ്, ഇറ്റ് ഈസ് എ സർജിക്കൽ പ്രൊസീജിയർ ടു റിമൂവ് 1 ലങ് ആണ് എന്താണ് ന്യൂമോണക്ടമി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടി പറയാം, വെഡ്ജ് റിസെക്ഷൻ ഇറ്റ് ഈസ് എ സർജിക്കൽ പ്രൊസീജിയർ ടു റിമൂവ് എ ട്രയാങ്കിൾ ഷേപ്ഡ് സൈസ് ഓഫ് എ ടിഷ്യൂ. അതായത് ചെറിയൊരു ടിഷ്യൂ മാത്രം എടുത്ത് കളയണം, ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു ടിഷ്യൂ മാത്രം എടുത്ത് കളയണതാണ് എന്ത് വരുന്നത് നമുക്ക് വെഡ്ജ് റിസെക്ഷൻ വരുന്നത്. സെഗ്മെൻറ്റക്ടമി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സർജിക്കൽ പ്രൊസീജിയർ ടു റിമൂവ് എ പാർട്ട് ഓഫ് എ ലങ് ലാർജർ ദാൻ എ വെഡ്ജ് റിസെക്ഷൻ ബട്ട് സ്മോളർ ദാൻ എന്തായിരുന്നു ഒരു കംപ്ലീറ്റ് ലോബ്. അടുത്തതാണ് ലോബക്ടമി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സർജിക്കൽ പ്രൊസീജിയർ ടു റിമൂവ് എൻറ്റയർ ലോബ് ഓഫ് എ ലങ്. ഒരു ലങ്ങിൻ്റെ ഒരു ലോബ് മുഴുവനായിട്ട് എടുത്ത് കളയണതാണ് നമുക്ക് എന്ത് വരുന്നത്? ലോബക്ടമി. ബൈലോബക്ടമി എന്ന് പറഞ്ഞാൽ ഒരു ലങ്ങിൻ്റെ 2 ലോബ് എടുത്ത്, അതായത് കൂടുതലായിട്ട് റൈറ്റ് ലങ്ങിൻ്റെ ആണ് വരിക, 2 ലോബും എടുത്ത് കളയണതാണ് ബൈലോബക്ടമി. ന്യൂമോണക്ടമി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സർജിക്കൽ പ്രൊസീജിയർ ടു റിമൂവ് 1 ലങ്. ഒരു ലങ് ഫുള്ളായിട്ട് എടുത്ത് കളയണതാണ് എന്ത് പറഞ്ഞാൽ ന്യൂമോണക്ടമി. അപ്പോൾ ഇത്രയും ടേംസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇതൊക്കെ ഞാൻ സൈഡിലും ഇതൊക്കെ ടൈപ്പ് ചെയ്തിട്ടും കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് ഇതിൻ്റെ കുറച്ച് ഗൈഡ് ലൈൻസും ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും വരുന്നുണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മൾ ടോപ്പിക്ക് വരുന്നത് എന്താണ്? തെറാപ്യൂട്ടിക് ലങ് റിസെക്ഷനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ് തെറാപ്യൂട്ടിക് ലങ് റിസെക്ഷനിൽ എന്താണ്? ഇതൊരു ട്രീറ്റ്മെൻറ്റാണ്. അതായത് ഒരു ലങ്സിന് കൊടുക്കാവുന്ന ഒരു 2 ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്, തെറാപ്യൂട്ടിക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ 2 മെത്തേഡ് നമുക്ക് വരുന്നത് തൊറാക്കോട്ടോമിയും തൊറാക്കോസ്കോപ്പിയും. ഇത് നിങ്ങൾക്ക് ശരിക്കും കാണുന്നില്ലെങ്കിൽ ഞാൻ സൈഡിൽ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതായത് തൊറാക്കോട്ടോമിയും വരുന്നത് സ്കോപ്പിയും വരുന്നുണ്ട്. ഇവിടെ തൊറാക്കോസ്കോപ്പിയുടെ അടിയിൽ ഞാൻ VATS എന്ന് പറയുന്നതിൽ വീഡിയോ അസിസ്റ്റഡ് തൊറാക്കോസ്കോപ്പിയാണ് വരുന്നത്. അതായത് ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലോസ്ഡ് ട്രീറ്റ്മെൻറ്റാണ്, അതായത് സ്കോപ്പ് ഉപയോഗിച്ചിട്ട് ചെറിയൊരു ഇൻസിഷൻ ഇട്ടിട്ട് വരുന്നതാണ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് തൊറാക്കോസ്കോപ്പി എന്ന് പറയുന്നത്. തൊറാക്കോട്ടോമി എന്ന് പറയുന്നത് ഓപ്പൺ ആയിട്ടുള്ള പ്രൊസീജിയറാണ് തൊറാക്കോട്ടോമി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ കുറച്ച് കോഡ്സ് ഉണ്ട്, അത് ഞാൻ സൈഡിൽ കൊടുക്കാം. ഈ തെറാപ്യൂട്ടിക് ലങ് റിസെക്ഷനിൽ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വെഡ്ജ് റിസെക്ഷൻ ആകുമ്പോൾ തൊറാക്കോട്ടോമി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോഡ് റേഞ്ചസ് വരുന്നത് 32505ഉം 506ഉം ആണ് വരുന്നത്. അത് നിങ്ങൾ CPT ബുക്ക് ഉണ്ടാകും, ആ ബുക്കിൽ എടുത്ത് നോക്കി അറിയാൻ പറ്റും. 505 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോഡ്. അപ്പോൾ സെയിം ഇതിൽ തന്നെ വരിക എന്ന് വെച്ചാൽ അതിൻ്റെ സെക്കൻഡറി കോഡായിട്ട് വരുന്നതാണ് 32506. അത് തൊറാക്കോസ്കോപ്പി ആണെന്ന് വെച്ചാൽ 32666ഉം 32667ഉം ആണ് കോഡ് വരുന്നത്. ഇനി സെഗ്മെൻറ്റക്ടമി എന്ന് പറയുന്നത് അതിൻ്റെ കോഡ് പറയണത് 32484ഉം 32669ഉം ആണ്. ഒന്ന് തൊറാക്കോട്ടോമി, ഒന്ന് തൊറാക്കോസ്കോപ്പി ആണ് കേട്ടോ ഞാൻ പറയണത്. ഇനി ലോബക്ടമി ആണെന്ന് വെച്ചാൽ തൊറാക്കോട്ടോമി മെത്തേഡ് എന്ന് വെച്ചാൽ 32480 ആൻഡ് തൊറാക്കോസ്കോപ്പി ആണെന്ന് വെച്ചാൽ 32663 ആണ് വരുന്നത്. ഇനി ബൈലോബക്ടമി ആണെന്ന് വെച്ചാൽ തൊറാക്കോട്ടോമി ആണെന്ന് വെച്ചാൽ 32482, തൊറാക്കോസ്കോപ്പി ആണെന്ന് വെച്ചാൽ 32670. ഇതാണ് കോഡ് റേഞ്ചസ് വരുന്നത്. ന്യൂമോണക്ടമി ആണെന്ന് വെച്ചാൽ എന്താണ് കോഡ് വരുന്നത്? ഇമ്പോർട്ടൻ്റ് ആണ്. 32440,
തൊറാക്കോട്ടോമി തൊറാക്കോസ്കോപ്പി ആണെന്ന് വെച്ചാൽ 32671 ആണ് പറയുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു കോഡ് റേഞ്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും ബൈഹാർട്ട് ചെയ്ത് ചെയ്യേണ്ട, ഒക്കെ നമ്മൾ ഓപ്പൺ ബുക്കാണ് എക്സാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ സൈഡിൽ കൊടുക്കും. ബാക്കി നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ CPT ബുക്കിൽ നോക്കുക. അതുപോലെ എന്താണ് ഇതുപോലത്തെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെങ്കിൽ എന്ത് വേണം? കമൻറ്റ് ബിലോ. സത്യമായിട്ടും കമൻസ് കാണുമ്പോൾ തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ എന്താണ് ഒപ്പീനിയൻ എന്നുള്ളത് ഷുവറായിട്ടും കമൻറ്റ് ചെയ്യുക. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തുള്ള വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിന് യൂസ്ഫുൾ ആവുമെന്ന് വെച്ചാൽ അതൊന്ന് ഷെയർ ചെയ്തിട്ട് കൊടുത്താൽ അവർക്കും ഉപകാരപ്പെട്ട കുറച്ച് ഇൻഫോർമേഷൻസും അവർക്ക് മെഡിക്കൽ കോഡിങ് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടുകയും ചെയ്യും. CPT ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ലങ് റിസെക്ഷൻ. ഓക്കെ, ഇനി ഇതിൻ്റെ 2-3 ഗൈഡ് ലൈൻസും കൂടി ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ഇനിയപ്പോൾ ഈ ലങ് ക്യാൻസറിൽ ഞാനിപ്പോൾ തെറാപ്യൂട്ടിക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് 2 ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ളത്. ഈ ലങ്സ് ക്യാൻസറിൽ തന്നെ തെറാപ്യൂട്ടിക് കൊണ്ട് ഡയഗ്നോസ്റ്റിക് ആയിട്ട് വരുന്നുണ്ട്. അതായത് നമ്മൾ ഈ റിസെക്ഷൻസ്, വെഡ്ജ് റിസെക്ഷൻ, സെഗ്മെൻറ്റെക്ടമി, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അതിൽ വെഡ്ജ് റിസെക്ഷൻ ഒഴികെ ബാക്കി എല്ലാം എക്സ്റ്റെൻസീവ് റിസെക്ഷൻ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. വെഡ്ജ് റിസെക്ഷൻ ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ എക്സ്റ്റെൻസീവ് റിസെക്ഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തെറാപ്യൂട്ടിക്കും ഇത് ഡയഗ്നോസ്റ്റിക്കും. അതായത് ഇപ്പോൾ ഒരു ടിഷ്യൂ ഉണ്ട്, നമ്മൾ ലങ്സിൽ ഒരു ടിഷ്യൂ കാര്യങ്ങളുണ്ട്, അതെല്ലാം ഒരു ക്യാൻസർ പോലത്തെ ഒരു ട്യൂമറുണ്ട്. ആ ട്യൂമർ റിമൂവ് ചെയ്തപ്പോൾ പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ വെരിഫൈ ചെയ്തപ്പോൾ അവിടുത്തെ ക്യാൻസർ ഫുള്ളായിട്ട് മാറി. അവിടുത്തെ പിന്നെ ക്യാൻസർ സെൽസ് ഒന്നും നമുക്ക് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് തെറാപ്യൂട്ടിക് ആയിട്ടാണ് നമ്മൾ എടുക്കുക. അതാണ് ഈ തെറാപ്യൂട്ടിക്കിൽ പറഞ്ഞത്. ഓക്കെ, അതല്ലാതെ പിന്നെ ഒരു കേസ് വരികയാണ്. പിന്നെ ഒരു കേസിൽ ഇപ്പോൾ ഓൾറെഡി നമ്മളൊരു ട്യൂമറുണ്ട്, ആ ട്യൂമർ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെയും അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണുകയാണ് എന്താണ് അവിടെ വീണ്ടും എന്തുണ്ട്? ക്യാൻസർ സെൽസ് ഉണ്ടെങ്കിൽ അതിനെന്ത് വേണം? എക്സ്റ്റെൻസീവ് റിസെക്ഷൻ വേണം. വീണ്ടും അവിടെ ഒരു എക്സ്റ്റെൻസീവ് റിസെക്ഷൻ വേണം. അപ്പോഴാണ് നമ്മൾ ഈ ഒരു സംഭവം ഡയഗ്നോസ്റ്റിക് ആയിട്ട് മാറുക. അപ്പോഴാണ് ഡയഗ്നോസ്റ്റിക് റിസെക്ഷനായിട്ട് മാറുക. അപ്പോൾ അപ്പോൾ നമ്മൾ എങ്ങനെ കോഡ് കൊടുക്കുക? ആ കോഡ് എങ്ങനെ? ഈ ഡയഗ്നോസ്റ്റിക് എന്ന് വെച്ചാൽ ആഡ് ഓൺ കോഡ്സാണ് വരിക. ആഡ് ഓൺ കോഡ്സ് എങ്ങനെയാണ്, ഏതൊക്കെ കോഡ്സാണെന്ന് പറഞ്ഞുതരാം. അതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി എക്സ്റ്റെൻസീവ് റിസെക്ഷൻ ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഇതിനെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്റ്റെൻസീവ് റിസെക്ഷൻ ചെയ്താൽ എക്സ്റ്റെൻസീവ് റിസെക്ഷൻ്റെ ഒപ്പം ഈ ഡയഗ്നോസ്റ്റിക് കോഡ്സ് ആഡ് ഓൺ കോഡാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിൻ്റെ കോഡ്സ് വരുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ തൊറാക്കോസ്കോപ്പിക്കാന്ന് വെച്ചാൽ ആഡ് ഓൺ കോഡായ 32668ഉം തൊറാക്കോട്ടോമി ആണെന്ന് വെച്ചാൽ ആഡ് ഓൺ കോഡായ 32507 ആണ് വരുന്നത്. അപ്പോൾ ഗൈഡ് ലൈൻ മറക്കണ്ട. തെറാപ്യൂട്ടിക് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളൊരു ട്യൂമർ ഉണ്ട്, അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് വേറെ ക്യാൻസറോ കാര്യങ്ങളോ വേറെ സെൽസ് റിമൈനിങ് ആയിട്ട് ഇല്ലെങ്കിൽ അത് തെറാപ്യൂട്ടിക് ആണ്. ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു ട്യൂമർ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും അവിടെ ക്യാൻസർ സെൽസ് ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ എക്സ്റ്റെൻസീവ് റിസെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് ചെയ്ത ഇതെന്ന് പറയുന്നത് ഡയഗ്നോസ്റ്റിക് റിസെക്ഷനാണ് വരിക. അപ്പോൾ ഇത് 2 മറക്കണ്ട. ഈ 2 ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരു 2-3 ഗൈഡ് ലൈനും കൂടി നമുക്ക് നോക്കാനുണ്ട്. ഇനി അടുത്തൊരു ഗൈഡ് ലൈനാണ് പറയാൻ പോകുന്നത് കേട്ടോ. അടുത്തൊരു ഗൈഡ് ലൈന്, ഇപ്പോൾ നമ്മളൊരു തെറാപ്യൂട്ടിക് വെഡ്ജ് റിസെക്ഷൻ പെർഫോം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു ഡിഫറെൻറ്റ് ലോബിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിഫറെൻ്റ് അല്ലെങ്കിൽ ഒരു കോൺട്രാഡക്റ്റൽ ആയിട്ടുള്ള ഒരു ലോബിലാണ് എക്സ്റ്റെൻസീവ് ലങ് റിസെക്ഷൻ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ചെയ്യേണ്ടത് നമ്മൾ ഈ എക്സ്റ്റെൻസീവ് റിസെക്ഷൻ്റെ കോഡ് കൊടുത്തിട്ട്, നേരത്തെ പറഞ്ഞാൽ അവിടെ ഡയഗ്നോസ്റ്റിക്കിൻ്റെ ആഡ് ഓൺ കോഡ് കൊടുക്കണം എന്നാണ്, പക്ഷേ ഇവിടെ ഇത് ഡയഗ്നോസ്റ്റിക് അല്ല, ഇത് ഡിഫറെൻറ്റ് ലോബിലാണ് കിടക്കുന്നത്. അപ്പോൾ എന്താ? എക്സ്റ്റെൻസീവ് റിസെക്ഷൻ്റെ കോഡ് പ്രൈമറി ആയിട്ട് കൊടുത്തിട്ട് നമ്മൾ തെറാപ്യൂട്ടിക് വെഡ്ജ് റിസെക്ഷൻ്റെ കോഡ് സെക്കൻഡറി ആയിട്ട് കൊടുക്കണം. അതുപോലെ ലാസ്റ്റ് കോഡിൻ്റെ ഒപ്പം മോഡിഫയർ 59ഉം ഇട്ട് കൊടുക്കണം. ഇങ്ങനെയാണ്. അപ്പോൾ 2 ക്രൈറ്റീരിയ. ആദ്യം പറഞ്ഞ ക്രൈറ്റീരിയ എന്താണ്? ഒരു വെഡ്ജ് റിസെക്ഷൻ ചെയ്തു, അവിടെ ക്യാൻസർ ഫുള്ളായിട്ട് മാറില്ല, അവിടെ വീണ്ടും എക്സ്റ്റെൻസീവ് റിസെക്ഷൻ ചെയ്തു. അപ്പോൾ എക്സ്റ്റെൻസീവ് റിസെക്ഷൻ കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പം ആഡ് ഓൺ കോഡായ ഡയഗ്നോസ്റ്റിക് വെഡ്ജ് റിസെക്ഷൻ്റെ കോഡ് കൊടുക്കുക.
ഇവിടെ അടുത്ത കേസ് നമ്മൾ പറഞ്ഞത് ഓൾറെഡി ഒരു വെഡ്ജ് റിസെക്ഷൻ ചെയ്തു, അതല്ലാതെ വേറൊരു ലോബിയിൽ എക്സ്റ്റെൻസീവ് റിസെക്ഷൻ ചെയ്തു. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ആ എക്സ്റ്റെൻസീവ് റിസെക്ഷൻ്റെ കോഡ് കൊടുക്കുക, തെറാപ്യൂട്ടിക് വെഡ്ജ് റിസെക്ഷൻ്റെ കോഡ് ആഡ് ഓൺ കോഡ് കൊടുത്തിട്ട് ആ ആഡ് ഓൺ കോഡിൻ്റെ അപ്പം 59 മോഡിഫയർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് അത് വരുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു കൊടുക്കാം, ഒരു എക്സാമ്പിളും കൂടി പറഞ്ഞുതരാം. ഒരു ക്വസ്റ്റ്യന്, patient with a long history of cigarette smoking was diagnosed with nodules on the two lobes of the left lung. The physician performed a thoracotomy wedge resection on both lesions. The specimen was sent to the pathology and result were carcinoma of the lower left lobe. Okay. The physician performed a lobectomy on the lower left lobe. Which procedure best describe the encounter? അപ്പോൾ എന്താണ്, ഒരു പേഷ്യൻറ്റിന് ലോങ് ഹിസ്റ്ററി ഓഫ് സിഗരറ്റ് സ്മോക്കിംഗ് ഉണ്ടായിരുന്നു. ആ പേഷ്യൻ്റെ ലെഫ്റ്റ് ലങ്ങിൽ 2 നോഡ്യൂൾസ്, 2 ട്യൂമേഴ്സ് അവർ കണ്ടു, ഡയഗ്നോസ് ചെയ്തു. അത് ഫിസിഷ്യന് ഒരു തെറാക്കോട്ടോമി വെഡ്ജ് റിസെക്ഷൻ ചെയ്തപ്പോഴെന്താണ്, അവിടെ ബോത്ത് ലീഷൻസ്, 2 ലീഷൻസിന് ഒരു തെറാക്കോട്ടോമി ചെയ്തിട്ട് സ്പെസിമന് പാത്തോളജിക്ക് അയച്ചു. റിസൾട്ട് വന്നപ്പോൾ അത് 2ഉം കാർസിനോമ, അതായത് സ്പ്രെഡ് ആവാവുന്ന കാർസിനോമ ലോവർ ലെഫ്റ്റ് ലോബാണ്. അപ്പോൾ ഫിസിഷ്യൻ എന്താ ചെയ്ത്, ഒരു ലോബക്ടമി പെർഫോം ചെയ്തു. അതായത് ഒരു ഓൺ ദ ലോവർ ലെഫ്റ്റ് ലോബിൽ ഒരു ലോബക്ടമി ചെയ്തു. അപ്പോൾ ഇത് എന്തൊക്കെയാണ് കോഡ് കൊടുക്കുക? അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ മെത്തേഡിൽ എന്താ പറഞ്ഞത്, ഫസ്റ്റ് വെഡ്ജ് റിസെക്ഷൻ ചെയ്തു, പിന്നെ എക്സ്റ്റെൻസീവ് റിസെക്ഷൻ ചെയ്തു. അപ്പോൾ എക്സ്റ്റെൻസീവ് റിസെക്ഷന് ഇവിടെ നമ്മൾ എന്ത് ചെയ്ത്, ലോബക്ടമിയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ ലോബക്ടമിയുടെ കോഡ് എന്തായിരുന്നു, ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ലോബക്ടമിയുടെ കോഡ് എന്ന് പറഞ്ഞാൽ 32480 കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടത്, 32480 കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞുള്ളത് നമ്മൾ ഈ വെഡ്ജ് റിസെക്ഷൻ്റെ കോഡ് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ വെഡ്ജ് റിസെക്ഷൻ്റെ ഡയഗ്നോസ്റ്റിക്കിൻ്റെ കോഡ് എന്താ, ആഡ് ഓൺ കോഡ് എന്താ വരുന്നത്, വെഡ്ജ് റിസെക്ഷൻ്റെ ഡയഗ്നോസ്റ്റിക് കോഡ് വരുന്നത് തൊറാക്കോട്ടോമി ആണെന്ന് വെച്ചാൽ 32505ഉം 32 ഇപ്പോൾ 2 കാരണം അപ്പോൾ ഒന്ന് 32507ഉം ഒന്ന് 32505ഉം വിത്ത് 59 മോഡിഫയർ ആണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അതാണ് അതിൻ്റെ ആൻസർ വരിക. അപ്പോൾ ഇതൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട്, കുറച്ച് ലോങ് ആയി എനിക്കറിയാം, പക്ഷേ ഈ വീഡിയോ തികച്ചും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്നറിയാം. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബിലോ, ഇങ്ങനത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് വേണമെന്ന് വെച്ചാൽ കമൻറ്റ് ബിലോ. ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഇൻഡസിൻ്റെ പുതിയ ഒരു വഴിയിലൂടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നമുക്കൊരു ന്യൂ സ്റ്റാർട്ട് എന്നുള്ള നിലക്ക് എല്ലാം ഇടാം. പിന്നെ അതുപോലെ തന്നെ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾ ഫ്രണ്ട്സിന് ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളൂ. CPMA CPC ബാച്ചസ് റണ്ണിങ് ആണ്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.